ശില്പകലയിൽ വിസ്മയകരമായ കരവിരുത് തീർക്കാൻ വിദ്യാർത്ഥികളെ സജ്ജമാക്കുകയാണ് തിരുവനന്തപുരം പൂങ്കുളത്തെ അമൃതശില്പ കലാക്ഷേത്ര. ശില്പകലയുടെ പൗരാണികത പുതുതലമുറ ശില്പികൾക്കും ശില്പകലാ വിദ്യാർത്ഥികൾക്കും പകർന്നു നൽകുന്ന സരസ്വതി ക്ഷേത്രമാണ് അമൃതശില്പ കലാക്ഷേത്രം. തിരുവനന്തപുരം അമൃത ശില്പകലാക്ഷേത്രയുടെ കവാടം കടന്നു ചെല്ലുമ്പോൾ വർഷങ്ങളുടെ പാരമ്പര്യത്തിന്റെ കഥ പറയുന്ന ശില്പങ്ങളുടെ നിരയാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. ദാരുശില്പങ്ങൾ കാവൽ നിൽക്കുന്ന ശില്പകലാ കേന്ദ്രത്തിന് അക്കീറ ഫുജിസാവ എന്ന ജപ്പാൻ കലാകാരനാണ് തുടക്കമിട്ടത്. കേരളത്തിലെത്തിയ അദ്ദേഹം കൊത്തുപണി അഭ്യസിക്കുകയും അത് കൂടുതൽ പേരിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. ഇത് യാഥാർത്ഥ്യമാക്കുകയായിരുന്നു മാതാ അമൃതാനന്ദമയി മഠം. ശില്പകലാ കേന്ദ്രം ഏറ്റെടുത്ത് മികച്ച കലാലയമാക്കി മാറ്റി. അമൃത ശില്പകലാക്ഷേത്ര അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ ഭാഗമാക്കി അംഗീകാരവും നൽകി. ശില്പകലയുടെ ഏറ്റവും താല്പര്യവും അഭിരുചിയും ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അവിടെ പ്രായപരിധിയില്ല. ഇപ്പം നമുക്ക് 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള സ്റ്റുഡൻസ് നമുക്ക് ഇന്നിവിടെ പഠിക്കുന്നുണ്ട്. ഇന്ന് ശില്പകല അഭ്യസിക്കാൻ ഭാരതത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഒട്ടേറെ വിദ്യാർത്ഥികളാണ് ഇവിടെ എത്തുന്നത്. And this is the only place where all kinds of sculpting techniques has been teaching. So I joined as quickly as possible and enjoying the course. Now I want to learn every technique, like not only wood carving, they are providing plaster of Paris and stone carving as well. So I'll see. I haven't decided yet. I want to learn everything. Finally got to know this place through online on Instagram, that these people teach wood carving, cement works and all that. So I'm quite lucky that I found this place where I could mold myself better, and thanks to this place in Amrita where I get to learn a lot more and hoping to learn more. So 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവർ വിദ്യാർത്ഥികളായുണ്ട്. ശില്പകലയ്ക്കൊപ്പം കേരളത്തിന്റെ തനത് ചിത്രകലയും ഒരു വർഷ ഡിപ്ലോമ കോഴ്സിന്റെ ഭാഗമായി പഠിപ്പിക്കുന്നുണ്ട്. തനത് ശില്പകലയ്ക്കും ചിത്രകലയ്ക്കും കലാകാരന്മാർക്കും മാതാ അമൃതാനന്ദമയി മഠവും അമ്മയും നൽകുന്ന പ്രാധാന്യമാണ് തിരുവനന്തപുരം പൂങ്കുളത്തെ അമൃത ശില്പകലാക്ഷേത്ര. അമൃത ന്യൂസ്, തിരുവനന്തപുരം.